Hi all, it's me Suhana. Welcome to Veranda YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ബേസ് ചെയ്തുകൊണ്ട് പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എക്കണോമിക് സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം, അല്ലെങ്കിൽ അതിലൂടെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയേക്കാം. അപ്പോൾ നമ്മുടെ SSC PSC ബാങ്ക് റിലേറ്റഡ് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ നെയിം രജിസ്റ്റർ ചെയ്യുക, നമ്മുടെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ ഏത്? പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പൊ നമുക്ക് പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ, അതായത് എക്കോണമി ഏതെന്നാണ്. അപ്പൊ നമ്മുടെ എക്കോണമിയിൽ 3 എക്കോണമിയാണ് അല്ലെ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. അപ്പൊ ഇത് 3-ല് പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് ആൻസർ. അപ്പൊ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, ഇവിടെ പറയുന്നത് പ്രൈവറ്റ് ഓൺഡ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓൺഡ് കമ്പനീസ് ആണ് ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്നത്. അതായത് ഇവരുടെ എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്നത് എന്താണ്? മുതലാളിത്ത അല്ലെങ്കിൽ മാർക്കറ്റ് ബേസ്ഡ് എക്കോണമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് മാർക്കറ്റ് ബേസ്ഡ് എക്കോണമിയാണ് എന്ത്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ മുതലാളിമാരുടെ ഒരു കൺട്രോൾ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് ഇവിടെ ഉണ്ടാകുന്നതല്ല. അത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ കൂടെ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാം, അവിടെ എന്തൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നോ അതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ ഈക്വൽ ഷെയർ ആണ് അവിടെ ഉള്ളത്. അതാകുമ്പോൾ നമുക്ക് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എവിടെയുണ്ട്, അതിന്റെ കൂടെ തന്നെ എന്താണ് മറ്റേത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് ഒന്നുമില്ല. അവിടെ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓൺഡ് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കമ്പനീസ് മാത്രമാണ് ഉള്ളത്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ വരുമ്പോൾ എങ്ങനെയാണ്? സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ വരുമ്പോൾ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ രണ്ടുപേരും ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, അത് രണ്ടും കൂടെ ഒരു രണ്ടുപേർക്കും ഈക്വൽ ഷെയർ ആണ് ഇവിടെ ഉള്ളത്. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഇതാണ് മിശ്ര എക്കോണമി അല്ലെങ്കിൽ മിക്സഡ് എക്കോണമി ആണ് അല്ലെ. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഇംഗ്ലീഷാണ് മിക്സഡ് എക്കോണമിയാണ് നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അപ്പൊ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാപിറ്റലിസ്റ്റും സോഷ്യലിസ്റ്റും രണ്ടും കൂടെ ഉള്ളതാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ്, രണ്ട് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും അതിന്റെ കൂടെ തന്നെ അവിടെ സോഷ്യലിസ്റ്റും കൂടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ചെറിയ ഗവൺമെന്റ് ഇന്റർവെൻഷൻസും കൺട്രോൾസും ഒക്കെ ഇവിടെ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ, ഓപ്ഷൻ എ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ് പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 ചേരുംപടി ചേർക്കുക. 1 സെസ്, 2 വ്യക്തിഗത ആദായ നികുതി, 3 സർചാർജ്, 4 GST. അതിൽ 4 എക്സ്പ്ലനേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ വ്യക്തികളുടെ വരുമാനത്തിനു മേൽ ചുമത്തുന്ന നികുതി, ഓപ്ഷൻ ബി പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി, ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന പരോക്ഷ നികുതി, ഓപ്ഷൻ ഡി നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ? അപ്പോൾ ഓപ്ഷൻ എ ബി സി ഡി എന്ന് വെച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെസ്, വ്യക്തിഗത ആദായ നികുതി, സർചാർജ്, GST ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതെല്ലാം ടാക്സിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ടാക്സ് ആണ്. അപ്പോൾ അതിന് ഡിഫറെന്റ് അല്ലെങ്കിൽ ഒരു വേറെ പേരിൽ
കൊടുത്തിരിക്കുന്നു. സെസ്, സർചാർജ്, GST, വ്യക്തിഗത ആദായ നികുതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് ഈ സെസ്, സർചാർജ്, GST എന്നൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പൊ സെസ് എന്താ, സർചാർജ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കി ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ സെസ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ ടാക്സ് എന്താ, രണ്ട് തരത്തിലാണുള്ളത്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഗവൺമെന്റ് നമ്മൾ നേരിട്ട് തന്നെ അടയ്ക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഫോർ എക്സാമ്പിൾ സെയിൽസ് ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മളൊരു സാധനം വാങ്ങുന്നു, അപ്പോൾ ആ ബില്ലിലൂടെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതല്ല. അപ്പോൾ സെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഈടാക്കുന്ന ഒരു ടാക്സ് തന്നെയാണ് സെസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, സെസ്സിന്റെ പ്രത്യേകത എന്തെന്നാൽ പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ചുമത്തുന്ന അധിക നികുതിയാണ് എന്ത്, സെസ്. അപ്പോൾ എന്താ, ഗവൺമെന്റിന് പ്രത്യേക ചില സമയങ്ങളിൽ പ്രത്യേക ആവശ്യങ്ങൾ ആയിട്ട് വേണ്ടി വരും, പൈസ ആവശ്യമായിട്ട് വരും. അപ്പോൾ എന്താ, അവർ സെസ് എന്ന രീതിക്ക് അല്ലെങ്കിൽ സെസ് എന്നൊരു പേരിൽ അല്ലെങ്കിൽ സെസ് എന്നൊരു പേരിൽ അവർ ടാക്സ് ഈടാക്കും. ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവർ 2018 എന്താ ഗവൺമെന്റ് ഈടാക്കി ഫ്ലഡ് സെസ് എന്നും പറഞ്ഞുകൊണ്ട് എന്താണ് അവർ ഫ്ലഡ് സെസ് എന്ന് വെച്ചിട്ട് നമ്മൾ ടാക്സ് ഈടാക്കി. അപ്പോൾ ഇതുപോലെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം അല്ലെങ്കിൽ പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് മാത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ചുമത്തുന്ന നികുതിയാണ് സെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വ്യക്തിഗത ആദായ നികുതി. അത് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വ്യക്തികളുടെ വരുമാനത്തിന് മേൽ ചുമത്തുന്ന നികുതിയാണ് അല്ലെ. അടുത്തത് മൂന്നാമത്തേത് സർചാർജ്. സർചാർജ് എന്ന് പറയുമ്പോൾ എന്താ, അതും ഗവൺമെന്റിന്റെ എന്താ ഈടാക്കുന്ന നികുതി തന്നെയാണ്. സെസ് പറഞ്ഞതുപോലെ സെസ് പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട്, ഇതും പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് തന്നെയാണ്. ഇപ്പോൾ സെസ് എന്ന് പറയുമ്പോൾ, സർചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ ആവശ്യങ്ങളും എന്താവശ്യം വന്നാലും അല്ലെങ്കിൽ രാജ്യത്തിന് ഉപകരിക്കുന്ന എന്താവശ്യം ഗവൺമെന്റിന് വന്നാലും സർചാർജ് എന്ന രീതിക്ക് എന്താണ് ഗവൺമെന്റ് ടാക്സ് ഈടാക്കും. സെസ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആ ഒരു മേഖലയിൽ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ക്യാഷിന്റെ ആവശ്യമുണ്ടെങ്കിൽ സെസ് എന്ന രീതിക്ക് അങ്ങനെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഈടാക്കും. അപ്പോൾ GST എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡയറക്റ്റ് ടാക്സ് ഒക്കെ പോയിട്ട് ഗവൺമെന്റ് ഇപ്പോൾ പുതുതായിട്ട് നിലവിൽ വന്നിട്ടുള്ള ടാക്സ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് നോക്കാം, ഏതാണ് സെസ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷനിൽ നിന്ന് ഏതാണ്, പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ചുമത്തുന്ന അധിക നികുതിയാണ് അല്ലേ, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ വ്യക്തിഗത ആദായ നികുതി. അത് നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ഏതെടുക്കാം, വ്യക്തികളുടെ വരുമാനത്തിന് മേൽ ചുമത്തുന്ന നികുതി, ഓപ്ഷൻ എ ആണ് അല്ലേ രണ്ടാമത്തത്. അടുത്തത് മൂന്നാമത്തത് സർചാർജ് ആണ്. സർചാർജ് ഇതിൽ നിന്ന് ഏതാണ്, നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് മൂന്നാമത്തേത്. നാലാമത്തത് GST ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന പരോക്ഷ നികുതിയാണ് അല്ലെ, ഇൻഡയറക്റ്റ് ടാക്സ് ആണ് എന്ത്, GST. അപ്പോൾ ഇത് നാലാമത്തത്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഏതെടുക്കാം, 1B ആണെന്ന് പറഞ്ഞു, 2A ആണെന്ന് പറഞ്ഞു, 3D, 4C ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഇക്കൂട്ടത്തിൽ തെറ്റായവ ഏതൊക്കെ. ഓപ്ഷൻ എ കമ്മി ബജറ്റ്, വരുമാനം ഗ്രേറ്റർ ദാൻ ചെലവ്, മിച്ച ബഡ്ജറ്റ് വരുമാനം ലെസ് ദാൻ ചെലവ്, സന്തുലിത ബഡ്ജറ്റ് വരുമാനം ഈക്വൽ ടു ചെലവ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 1, 2, 3. അപ്പൊ ഇതിൽ ഏതൊക്കെയാ തെറ്റ്? കമ്മി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ വരുമാനം കൂടുതലും ചെലവ് കുറവുമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ കമ്മി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അല്ലെ, വരുമാനം കുറവും ചെലവ് കൂടുതലുമാണ്. അപ്പോൾ സിമ്പൽ ഇങ്ങനെയാണ് വരേണ്ടത്. അടുത്തത് മിച്ച ബഡ്ജറ്റ്. ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്, വരുമാനം കുറവും ചെലവ് കൂടുതലുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ വരുമാനം കൂടുതലാണ് ചെലവ് കുറവാണ്. ഓക്കെ, അപ്പം ഈ സിമ്പിൾ ഇങ്ങോട്ടാണ് വരേണ്ടത്. സന്തുലിത ബഡ്ജറ്റിൽ എങ്ങനെയാണ്, വരുമാനം ഈക്വൽ ടു ചെലവ്. അപ്പൊ എന്താ രണ്ടും സെയിം ആണ് അല്ലെ. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്, കമ്മി ബഡ്ജറ്റും മിച്ച ബഡ്ജറ്റും. അപ്പോൾ 1A 1, 2 ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. സന്തുലിത ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ വരുമാനവും ചെലവും ഈക്വൽ ആയിരിക്കും അവിടെ. അപ്പോൾ കമ്മി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ചെലവ് കൂടുതലും വരുമാനം കുറവുമായിരിക്കും. മിച്ച ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ വരുമാനം കൂടുതലും ചെലവ് കുറവുമായിരിക്കും. അടുത്ത നാലാമത്തെ ചോദ്യം നോക്കാം, 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഏത്? ഓപ്ഷൻ എ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഓപ്ഷൻ ബി
മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. ഓപ്ഷൻ സി മാനവ വിഭവശേഷി വികസനം. ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. അപ്പോൾ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം 12 പഞ്ചവത്സര പദ്ധതി ഉണ്ട്, നമുക്കറിയാം അല്ലെ. അപ്പൊ അതിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണോ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? അല്ല. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് വന്നത്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. 5ാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിക്കൊണ്ട് വന്നത്. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായ വികസനം അത് ലക്ഷ്യമായത് 11ാം പഞ്ചവത്സര പദ്ധതിയാണോ? അതെ, ശരിയാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് വന്നതാണ് എന്ത്? 11ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് ഓപ്ഷൻ സി മാനവ വിഭവശേഷി വികസനം. അത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? മാനവ വിഭവശേഷി വികസനം 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു എന്ത്? മാനവ വിഭവശേഷി വികസനം. അടുത്തത് സുസ്ഥിരമായ വികസനം കൊണ്ടുവരിക എന്ന ലക്ഷ്യമാക്കി കൊണ്ടുവന്നത് ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അപ്പോൾ നമ്മൾ പഞ്ചവത്സര പദ്ധതിയുടെ കുറച്ച് ലക്ഷ്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. 5ാം പഞ്ചവത്സര പദ്ധതിയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വന്നു. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായ വികസനം. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു എന്ത്? മാനവ വിഭവശേഷി വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു സുസ്ഥിരമായിട്ടുള്ള വികസനം. അടുത്ത 5ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? അപ്പോൾ നീതി ആയോഗ് നമുക്കറിയാം, ആദ്യം പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മീഷൻ മാറിയിട്ട് നരേന്ദ്രമോദി സർക്കാർ നിലവിൽ വന്നതിന് ശേഷം അവർ വന്നതിന് ശേഷം കൊണ്ടുവന്ന ഒരു കമ്മീഷനാണ്, അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന് ശേഷം ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് നിലവിൽ വന്ന 1950 മാർച്ച് 15 നിലവിൽ വന്നതാണ് പ്ലാനിംഗ് കമ്മീഷൻ. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കൊക്കെ എന്തൊക്കെ ആസൂത്രണങ്ങൾ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട്, അപ്പോൾ അത് ഭാരത സർക്കാരിന്റെ ഒരു ഉപദേശക സമിതിയാണ് പ്ലാനിംഗ് കമ്മീഷൻ. അതുപോലെ തന്നെയാണ്, അപ്പോൾ അതിന് ചെയർമാൻ ഉണ്ടായിരുന്നു, വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതിന്റെ വൈസ് ചെയർമാൻ കുൽസാരിലാൽ നന്ദയായിരുന്നു. അപ്പൊ നമ്മുടെ നീതി ആയോഗിന്റെ ചെയർമാൻ എന്നല്ല, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നൊക്കെയാണ് പറയുന്നത്. നീതി ആയോഗ് നിലവിൽ വരുന്നത് 2015 ജാനുവരി 1-നാണ്. 2015 ജാനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അതിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? അപ്പൊ കുറച്ച് ലക്ഷ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതാണ് പെടാത്തതെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ കാർഷിക മേഖലയിൽ മിശ്ര കാർഷിക ഉൽപാദനം. ഓപ്ഷൻ ബി വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഓപ്ഷൻ സി പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ഓപ്ഷൻ ഡി അധികാരവും സാമ്പത്തിക വിഭവങ്ങളുടെ പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കാൻ പഞ്ചായത്തുകളെ പ്രാപ്തമാക്കുക. അപ്പൊ ഇതിൽ ഏതാണ് ലക്ഷ്യങ്ങളിൽ പെടാത്തത്? അപ്പൊ ഏതൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ പെടാത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ മിശ്ര കാർഷിക ഉൽപാദനം. അത് ലക്ഷ്യമാണല്ലേ, നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കാർഷിക മേഖലയിലെ മിശ്ര കാർഷിക ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പൊ അത് ഉൾപ്പെടുന്നതാണ്. അടുത്തത് ഓപ്ഷൻ ബി വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളതും നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ഓപ്ഷൻ സി പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക എന്നുള്ളത് ലക്ഷ്യങ്ങളിൽ പെടുന്നതാണോ? അതെ, ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ അതുമല്ല. അടുത്ത ഓപ്ഷൻ ഡി നോക്കാം. അധികാരവും സാമ്പത്തിക വിഭവങ്ങളും പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കാൻ പഞ്ചായത്തുകളെ പ്രാപ്തമാക്കുക എന്നുള്ളത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതല്ല. അപ്പോൾ ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയി കാണാം. താങ്ക്